ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. വീക്കെൻഡൊക്കെ കഴിഞ്ഞു. നാളെ മുതൽ സ്കൂൾ തുറക്കുകയാണ്. ഓണത്തിൻ്റെ അവധി കഴിഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ടെൻഷനിലായിരിക്കും. അങ്ങനെ നല്ലൊരു സൺഡേ കഴിഞ്ഞു. എല്ലാവരും ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഞാൻ ഡാഡുവിന് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും ഓരോ സാധനങ്ങളാണ് അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വരും, കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഡാഡുവിന് യൂസ് ചെയ്യുന്ന സോപ്പാണ്. ഡാഡുവിന് യൂസ് ചെയ്യുന്ന സോപ്പ് മാമ എർത്തിൻ്റെ ബേബി സോപ്പാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സോപ്പ്. ഈ ഒരു പാക്കിൽ നമുക്ക് 2 സോപ്പാണ് കിട്ടുന്നത്. ഇതിലൊരു സോപ്പ് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു. ഇനി ഒരു സോപ്പും കൂടെ ഉണ്ട്. കണ്ടോ, 75 ഗ്രാംസിൻ്റെ 2 സോപ്പാണ് കിട്ടുന്നത്. 200, 230 അത്രയാണ് റേറ്റ് വരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സമയത്ത് ഇതിൻ്റെ പ്രൈസ് 200 ആയിരുന്നു. ഇവിടെ നെടുമങ്ങാട് യൂസ് ചെയ്യുന്ന, അതായത് നെടുമങ്ങാട് വെച്ച് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 239 രൂപയാണ്. നല്ല സോപ്പാണ്, നല്ല മോയ്സ്ചറൈസിങ് തരുന്ന സോപ്പാണ്. ടോക്സിൻസ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിൻ്റെ pH 5.5 ആണ്. അതായത് നമ്മുടെ ബേബീസിൻ്റെ ബോഡിക്ക് പറ്റിയ pH ആണ് ഇതിലുള്ളത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് നല്ല സോപ്പാണ്. ഞാൻ ആദ്യം ഹിമാലയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് അതിൻ്റെ pH കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റിയതല്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സോപ്പ് കിട്ടിയത്. നല്ല സോപ്പാണ്, ആവശ്യമുള്ളവർ യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടോണിനും പറ്റിയ, അതായത് ബേബീസിൻ്റെ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും അതിന് പറ്റിയ സോപ്പാണ്, നല്ല സോപ്പാണ്. അടുത്ത് കാണിക്കാൻ പോകുന്നത് ഡാഡുവിന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ലോഷനാണ്, അതായത് ബേബി ലോഷൻ. അതാണ് ഈ കാണുന്ന അറ്റോഗ്ല. ഇതാണ് ഡാഡുവിന് യൂസ് ചെയ്യുന്ന ലോഷൻ. ഇത് ഡാഡുവിന് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അവൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഡാഡുവിന് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്, നല്ലതാണ്. അവൻ്റെ സ്കിൻ ആ ഡ്രൈനെസ് മാറിക്കിട്ടാൻ ഇത് ഡെയിലി കുളിപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. അറ്റോഗ്ല ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഒരു ബോട്ടിലിന് 548 രൂപയാണ്. പക്ഷേ നല്ലതാണ്. നമുക്ക് 2-3 മാസം യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അറ്റോഗ്ലയുടെ ബേബി ലോഷൻ. അടുത്തത് ഡാഡുവിന് യൂസ് ചെയ്യുന്ന വൈപ്സ് ആണ്, ബേബി വൈപ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് മീമിയുടെ ബേബി വൈപ്സ് ആണ്. ഡാഡു ജനിച്ച അന്ന് മുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ സ്മെല്ലും എല്ലാം നല്ല സാധനമാണ്. കണ്ടു, മീമി. ഇതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ റേറ്റില്ല, 99 രൂപയുള്ളൂ. നല്ല സാധനമാണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കാണിച്ചതാണ്. പിന്നെ ഡാഡുവിന് യൂസ് ചെയ്യുന്ന ഡയപ്പർ മാമി പോക്കോയുടെ എക്സ്ട്രാ അബ്സോർബൻ്റ് ആണ്. അതിപ്പോൾ തീർന്നു, പുതിയതിൻ്റെ വാങ്ങിയിട്ട് വരണം, അപ്പോഴേ ഉള്ളൂ. അതാണ് അത് കാണിക്കാത്തത്. പാമ്പേഴ്സ് വെക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങൾക്കും അലർജി വരുന്നുണ്ട്. ഞാനിതുവരെ അവന് യൂസ് ചെയ്തിട്ടില്ല. അവന് യൂസ് ചെയ്യുന്നത് മാമി പോക്കോയുടെ എക്സ്ട്രാ അബ്സോർബാണ്. മാമി പോക്കോയുടെ 2 എണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡും ഉണ്ട്, ഒന്ന് മാമി പോക്കോയുടെ എക്സ്ട്രാ അബ്സോർബും ഉണ്ട്. എക്സ്ട്രാ അബ്സോർബാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സുഖമാണ് അത് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. അലർജി വരാൻ സാധ്യതയില്ല. ഡാഡുവിനെ വെച്ച് നോക്കുമ്പോൾ അവൻ ഇതുവരെ അത് വെച്ച് അലർജി വന്നിട്ടില്ല. മാമി പോക്കോയുടെ ഈ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തപ്പോൾ അവൻ അലർജി വന്നിട്ടുണ്ട്. എക്സ്ട്രാ അബ്സോർബ് യൂസ് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതായത് ഓരോ പ്രോഡക്ട്സും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് ഓരോ ബേബീസിനും യൂസ് ചെയ്യുന്നത്. ഞാൻ ഡാഡുവിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യുന്ന സാധനമാണ് വൈറ്റമിൻ ഡ്രോപ്സ്. അത് നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. എല്ലാവരും കൊടുക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ കൊടുക്കുന്നത് കണ്ടോ, ഈ വൈറ്റമിൻ ഡ്രോപ്സ് ആണ്. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകം പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഡോക്ടേഴ്സ് ഓരോന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന റൊട്ടീനിലുള്ള സാധനമാണ് ഇത് കാണിച്ചത്. വൈറ്റമിൻ ഡ്രോപ്സ് 1 വയസ്സ് വരെ 0.5 മില്ലി വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ 7 മാസം കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് അയൺ ഡ്രോപ്സ്. കാണിച്ചു തരാം. ഡാഡുവിന് ഈ ഒരു അയൺ ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്. അതും നമ്മളിപ്പോൾ നമുക്ക് ആരെങ്കിലും പറയുന്ന വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ, ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നില്ലേ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് 2 കാണിച്ചതാണ്. പിന്നെ നമുക്ക് എസെൻഷ്യലായിട്ട് നമ്മൾ കരുതി വെക്കേണ്ട ഒരു സാധനമാണ് തെർമോമീറ്റർ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഓടിൻ്റെതാണ്. പക്ഷെ നമുക്ക് ഏത് വേണം യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ കരുതി വെക്കേണ്ട സാധനമാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ടെമ്പറേച്ചർ നോക്കേണ്ടി വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് പറയുന്നത്
എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ന്യൂ ബോൺ അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. തെർമോമീറ്റർ നമ്മൾ എപ്പോഴും വീട്ടിൽ കരുതി വയ്ക്കണം. അതാകുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് വന്നാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം ഇങ്ങനെയാണ്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. അതിനുവേണ്ടി തെർമോമീറ്റർ നമ്മൾ എപ്പോഴും വീട്ടിൽ വാങ്ങി വയ്ക്കണം. പിന്നെ യൂസ് ചെയ്യുന്നതല്ല നാസൽ ഡ്രോപ്സ്. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, ജലദോഷം വരുമ്പം യൂസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയാമല്ലോ. പറയുന്നത് നമ്മളിപ്പം ഡോക്ടറിൻ്റെ സജഷനോട് കൂടി ഒരു നാസൽ ഡ്രോപ്സ് വാങ്ങി വച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഡാഡുവിന് ചെറിയ ജലദോഷം വരുമ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചെറിയ ജലദോഷം വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ട് നാസൽ ഡ്രോപ്സ് 2-3 നേരം ഒഴിച്ചു കൊടുത്താൽ മതി, അവർക്കൊന്ന് കുറയും. അപ്പോൾ നമ്മൾ ഒരു എമർജൻസി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുറത്തെങ്ങാനും പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മളിത് വാങ്ങി വെച്ചിരുന്നാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയല്ലോ നാസൽ ഡ്രോപ്സ്. പിന്നെ അറിയാമല്ലോ, അവരുടെ കയ്യിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും നഖമാണ്. എത്ര സ്പീഡിലാണത് വളരുന്നതെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നെയിൽ കട്ടർ. കണ്ടു, നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഡാഡുവിനെന്നല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് നഖം വളരും. അപ്പോൾ നമുക്ക് ഈ നെയിൽ കട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, ഡാഡു ജനിച്ച സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഷാർപ്നെസ് നല്ല കുറവാണ്. കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും. അപ്പം കുഞ്ഞു വാവലുള്ള അമ്മമാർ ഇത് വാങ്ങി വെച്ചാൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഞാൻ ഡാഡുന്ന് വാങ്ങിയ ഒരു 3 പ്രോഡക്റ്റ്സ് അല്ലാതെ കാണിച്ചു തരാം. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത് അവർക്കിവിടെ ഭയങ്കര ഊനിൻ്റെ അവിടെ ഭയങ്കര തരിപ്പായിരിക്കുമല്ലോ. അപ്പോൾ അവരെന്ത് കിട്ടിയാലും കടിക്കും, നമ്മുടെ കൈയും വായൊക്കെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് പകരം വാങ്ങിയ സാധനമാണ് ഈ പാസിഫയർ. ബേബി ഹഗിൻ്റെ പാസിഫയറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡോക്ടേഴ്സ് പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ ഊനുതരിപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ബ്രാൻഡഡ് സാധനം വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു പാക്കറ്റ് 2 എണ്ണം ഉണ്ട്. അതുപോലെ ഇത് വെച്ചുകൊണ്ട് അവർ ട്രാവൽ ചെയ്യാൻ എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുത്താൽ അവർ ഇരുന്ന് ഉറങ്ങിക്കോളും. യൂസ്ഫുള്ളാണ്, നല്ല സാധനമാണ്. 2 പാസിഫയർ ഉണ്ട്. ബേബി ഹഗിൻ്റെതാണേ. ഇനിയുള്ളതാണ് ഫീഡിങ് ബോട്ടിൽ. ഡാഡുവിന് 2 ഫീഡിങ് ബോട്ടിലുണ്ട്. ഇത് ഒരെണ്ണം. ഇത് ചിക്കു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. നല്ല സാധനമാണ്. അതിലിപ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും കുട്ടിയൊക്കെ നമ്മൾ ഫീഡിങ് ബോട്ടിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാനും അവന് എപ്പോഴും കൊടുക്കാറില്ല. ഇൻ കേസ് ഓഫ് എമർജൻസി, എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ, പുറത്ത് ഞാൻ പോവുകയോ അവനെ വീട്ടിൽ വിട്ടിട്ട് പോവേണ്ട സാഹചര്യം വരുവാണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ അവനെ കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇതാണ് ഒരെണ്ണം, ചിക്കോയുടേതാണ്. ഇനിയുള്ളത് സിപ്പർ ബോട്ടിലാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു 6 months കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണ്. ഇതും ബേബി ഹഗിൻ്റെതാണ് കേട്ടോ. നല്ല ബ്രാൻഡാണ് ബേബി ഹഗ്. അവർക്ക് സിപ്പ് ചെയ്ത് കുടിക്കാം. നോർമലി നമ്മൾ കൊടുക്കുന്ന നിബിളല്ലേ ഇതിലുള്ളത്, കണ്ടോ. ബേബീസിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ അവർക്ക് ഇത് പിടിച്ച് കുടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് കൈ കൊണ്ട് കുടിക്കാനൊരു ട്രെയിനിങ്ങും കൂടെ ഇതിന് കിട്ടുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഡാഡുവിൽ കുടിക്കാറുണ്ട്. പിന്നെ ജോലിക്കൊക്കെ പോണ അമ്മമാർക്ക് അറിയാമായിരിക്കുമല്ലോ, പാല് പിഴിഞ്ഞ് വെച്ചിട്ട് പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനും ജോലിക്ക് പോകുന്നതല്ല, എന്നാലും ചില സാഹചര്യങ്ങളിൽ ഇവനിട്ട് പുറത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ബേബി ഹഗിൻ്റെ തന്നെ ബ്രസ്റ്റ് പമ്പ്. ഇലക്ട്രിക്കിൻ്റെ അല്ല, നോർമലി നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. കാണിച്ചു തരാം. യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ അടച്ച് വയ്ക്കുക. നമ്മൾ ഏത് ബ്രസ്റ്റിൽ നിന്നാണോ പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വയ്ക്കുക, പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതാ ഇങ്ങനെ പമ്പ് ചെയ്യരുത്. ഇത് ഇവിടെ തട്ടാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാവൂ. അപ്പോൾ പ്രോപ്പറായിട്ട് പാലിതിലോട്ട് വന്നു. യൂസ്ഫുള്ളാണ്. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് യൂസ്ഫുള്ളാണ്. ഇലക്ട്രിക്കിൻ്റെതാണ് ഏറ്റവും യൂസ്ഫുൾ. അത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഇത് ഭയങ്കര റേറ്റല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് പറഞ്ഞുതരാം. 725 ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ വാങ്ങിയത് ഒരു 600 സംതിങ്ങിനാണ്. നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പാലെടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പാണ്, ഇങ്ങനെ വെച്ച് അടച്ച് വയ്ക്കാം. അതല്ലെങ്കിൽ ഇത് ഊരിയെടുത്തതിന് ശേഷം
അടപ്പുണ്ട്, അതിലടച്ച് സൂക്ഷിക്കുക. സോ സിമ്പിൾ. ഇതും ബേബി ഹഗിൻ്റെയാണ്. ഞാൻ ബേബി ഹഗിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് ഒന്ന് പാസിഫയർ, ഒന്ന് ഈ ബ്രസ്റ്റ് പമ്പ്, പിന്നെ ഈ സിപ്പർ ബോട്ടിൽ. ഇത് മൂന്നുമാണ് ബേബി ഹഗിൻ്റെ വാങ്ങിയത്. നല്ല പ്രോഡക്റ്റ്സാണ്, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ്. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉള്ള അമ്മമാർ അത് മാത്രമാണല്ലോ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ പാല് കൊടുക്കാനില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഫോർമുല കൊടുക്കാം. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഡാഡുവിന് കൊടുക്കുന്ന ഫോർമുല ഇതാണ്, സെറോലാക്ക്. ഫോർമുല ആദ്യമൊന്നും കൊടുക്കത്തില്ലായിരുന്നു, ഇപ്പോഴും നിലവിൽ ഞാൻ കൊടുക്കത്തില്ല. ഇത് കൊടുക്കേണ്ടി വന്ന സാഹചര്യം, അവനൊരിക്കലും ലൂസ് മോഷൻ വന്നായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ചയോളം ലൂസ് മോഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ, നമ്മൾ കാണിക്കുന്നത് ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലാണ്. അവിടെ നിയോനെറ്റോളജിസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഷിബ്ലി സാറാണ് ഡോക്ടർ. അപ്പോൾ പോയപ്പോൾ സാറ് പറഞ്ഞു ബ്രസ്റ്റ് മിൽക്ക് നിർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നതാണ് ഈ ഫോർമുല. അതുകൊണ്ട് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കാറുണ്ട്. ഇൻ കേസ് ഓഫ് എമർജൻസി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ മാത്രം കൊടുക്കാറുണ്ട്. അല്ലാതെ അതിന് ഫോർമുല കൊടുക്കാറില്ല. ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, സെറോലാക്കിൻ്റെതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാഡുവിന്. ഞാൻ പറഞ്ഞില്ലേ, ഡയപ്പർ തീർന്നു പോയി, അതിന് വാങ്ങിയിട്ട് ഇപ്പോൾ വരും. അപ്പോഴേ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. മാമി പോക്കോടെ എക്സ്ട്രാ അബ്സോർബാണ് അവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണിത്. അപ്പോൾ ന്യൂ ബോൺ അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതെല്ലാം അവന് ഓക്കെയാണ്, അലർജിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഡയപ്പർ പാമ്പേഴ്സ് വെച്ചിട്ടില്ല, മാമി പോക്കെയാണ് വയ്ക്കുന്നത്. അത് നല്ലതാണ്, ഇതുവരെയും ഓക്കെയാണ്, നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഞാൻ കാണിച്ചത് ഡാഡിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി നമ്മൾ ഡാഡിന് കൊടുക്കുന്ന ഫുഡിൻ്റെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. അതായത് 6 months പ്ലസ് ബേബീസിനുള്ള ഫുഡ് റൊട്ടീൻ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.